ക്യാൻവ ആപ്പിൽ എങ്ങനെ നെയിം സ്ലിപ്പ് എഡിറ്റ് ചെയ്യാമെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലസ് ഐക്കൺ എടുക്കണം. അതിനുശേഷം മുകളിൽ നെയിം ടാഗ് അല്ലെങ്കിൽ നമുക്ക് നെയിം ടാഗ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും 3.5 × 2 സെൻറ്റിമീറ്ററിൻ്റെത് അതിൻ്റെ ഒരു പേജ് തുറന്നു വരും. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായുള്ള രീതിയിൽ എഡിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ സ്കൂൾ നെയിം ടാഗ് എന്ന് കാണാനില്ലേ, അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഡിസൈൻസൊക്കെ കിട്ടും. അതിൽ നമുക്ക് ഫോട്ടോസ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോസ് ആഡ് ചെയ്യാം. ഗാലറിയിൽ നമ്മൾ എവിടെയാണോ ഫോട്ടോ സേവ് ചെയ്തിട്ടുള്ളത് ആ ഫോട്ടോ എടുത്ത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കറിയാമല്ലോ, ഡൗൺലോഡ് കൊടുത്താൽ മതി PNG ഫോർമാറ്റിൽ. അതായിരിക്കും കുറച്ചും കൂടെ ക്ലിയർ ഉള്ളത്. A3 ഷീറ്റിൽ എങ്ങനെ ക്യാൻവയിൽ നമ്മുടെ നെയിം സ്ലിപ്പ് അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലസ് ബട്ടൺ താഴെ ഉണ്ടല്ലോ, അതിലൊന്ന് പ്രസ് ചെയ്യണം. മുകളിൽ സെർച്ച് ടാബിൽ A3 എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ A3 ഡോക്യുമെൻ്റ് എന്ന് ഏറ്റവും മുകളിൽ വരും. അത് ജസ്റ്റ് പ്രസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വച്ച ആ ഒരു നെയിം സ്ലിപ്പ് ഉണ്ടല്ലോ, അതിനെ എടുക്കണം. ഞാൻ എങ്ങനെയാണ് നെയിം സ്ലിപ്പ് എഡിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വച്ചിട്ടുള്ളതാണ്. ഇതിനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കണം. നമുക്കൊരു A3 ഷീറ്റിൽ ഒരു 30 എണ്ണം അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം അതിനൊരു ബോർഡർ കൂടെ കൊടുക്കണം, എന്നാലേ നമുക്ക് ശരിയായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പിനകത്ത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും താഴെ ഒരു പ്ലസ് ബട്ടൺ കാണല്ലേ, അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിന് അതേ ഷേപ്പിൽ തന്നെ വീണ്ടും കോപ്പി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാ 3 എണ്ണം ഒരുമിച്ച് വന്നു, പക്ഷേ ഒന്ന് കുറച്ച് പുറത്തോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുമ്പോൾ വീണ്ടും താഴെ ഈ വരുന്നില്ല ഒരു പ്ലസ്, പിന്നെ ആ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ ഒരു 3 ഡോട്ട്, ആ 3 ഡോട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ താഴെ സെലക്ട് മൾട്ടിപ്പിൾ വരും. ആ സെലക്ട് മൾട്ടിപ്പിൾ പ്രസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ളതും കൂടെ സെലക്ട് ആവും. അതിനുശേഷം ഇതിൽ ആ റൗണ്ട് വരുന്നില്ലേ കോർണറിൽ, അതിനെ പിടിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി. ഓക്കെ. അതിനുശേഷം ഇതിനെ നമ്മൾ താഴത്തെ കോപ്പി പേസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും വീണ്ടും അതിനെ അതേ അളവിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. പിന്നെ മുകളിലത്തെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതേ അളവിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 21 എണ്ണം ആയിട്ടേ ഉള്ളൂ. ഇനിയും നമുക്ക് വേണമല്ലോ 30 എണ്ണം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സൈസ് ഇത്തിരി കൂടെ ചെറുതാക്കണം. അപ്പോഴത്തേക്കും എന്ത് ചെയ്യണം, വീണ്ടും ഇതേപോലെ സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് വരുന്ന, ഒരു 30 എണ്ണം അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് വരുന്ന രീതിയിൽ വീണ്ടും ചെറുതാക്കണം. ഇപ്പോൾ നമുക്ക് 27 എണ്ണമാണ് വയ്ക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈഡിൽ ഇനി വയ്ക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായല്ല താഴോട്ട്. അപ്പോഴത്തേക്കും ഇതിനെ നമ്മൾ സെലക്ട് മൾട്ടിപ്പിൾ കൊടുത്തതിന് ശേഷം
ഒരെണ്ണം നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സൈഡ് തിരിച്ച് വയ്ക്കണം. സൈഡ് തിരിച്ച് വയ്ക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ സൈഡിൽ കുറച്ച് ഭാഗം പ്രിൻറ്റിൻ്റെ കൂടെ കട്ടായിട്ട് പോവും. അപ്പോൾ ആ ഒരു സ്പേസ് വിട്ടതിന് ശേഷം വേണം വയ്ക്കാൻ. ഇവിടെ ഇപ്പോൾ 30 കൂടുതൽ വയ്ക്കാം, 32 വയ്ക്കാൻ തോന്നുന്നു. ഓക്കെ, 32 വയ്ക്കാൻ വേണ്ടി പറ്റും. ഇനി ആ സൈഡിൽ പ്രിൻ്റ് എടുക്കുമ്പോൾ ഉള്ള ആ ഭാഗം എങ്ങനെയാണ് കട്ടായി പോകുന്ന ഭാഗം എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ 3 ഡോട്ട് കാണില്ലേ, അതിൽ പ്രസ് ചെയ്തിട്ട് സെറ്റിങ്സിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് താഴെ നോക്കുമ്പോൾ ഷോ പ്രിൻ്റ് ബ്ലീഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കും. അതൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബോർഡർ വരും. ഇത്രയും ഭാഗമാണ് പ്രിൻ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കട്ടായി പോകുന്ന ഭാഗം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡൗൺലോഡ് ചെയ്യാം. ഞാനിത് PDF ആയിട്ടാണ് സേവ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ.